പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 113 അതിൻ്റെ 9 വചനം എങ്ങനെയാണ് പറയുന്നത്? വന്ധ്യയ്ക്ക് അവിടുന്ന് വസതി ഒരുക്കുന്നു, മക്കളെ നൽകി അവളെ സംതൃപ്തിയാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സംതൃപ്തി മക്കളിലൂടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും അത് അനുഗ്രഹം നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റു വീഡിയോ ചെയ്യുന്നതിനേക്കാളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഗർഭസ്ഥ ശിശുക്കൾ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ട കുറേ വചനങ്ങൾ, ശരിക്കും ഞാൻ സൂചിപ്പിച്ചത് അമ്മയുടെ ഉദരമാണ് ഏറ്റവും വലിയ ആന്തരിക മുറിവിൻ്റെ ഇടമായി മാറുന്നത്. ആ ആന്തരിക മുറിവുകൾ മക്കൾക്ക് ജീവിതത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ അത് വൈകല്യമായി, കുറവായി, വികലതയായി നിലനിൽക്കുന്നതുകൊണ്ട് ആന്തരിക സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി അമ്മ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കുറ്റമറ്റ ദൈവമക്കൾ ജന്മമെടുക്കാൻ അത് ദൈവം ഇടയാക്കും. അതുകൊണ്ട് കുറേയധികം വചനങ്ങൾ പറഞ്ഞ് നമ്മൾ ധ്യാനിച്ചിരുന്നു. അപ്പോൾ തമാശ രൂപത്തിലാണെങ്കിലും ചിലരെങ്കിലും പറഞ്ഞു, ഉദരശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം ഉദരത്തിൽ ശിശു ജനിക്കണ്ടേ എന്ന്. അതുകൊണ്ട് അനേകം ഫോൺ കോളുകളും നേരിട്ട് പലരും പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വീഡിയോ വളരെ പെട്ടെന്ന് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് മക്കളെ ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുറേ വാഗ്ദാന വചനങ്ങൾ വെച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതിൽ വളരെ കൂടുതലും ഉൽപ്പത്തി പുസ്തകത്തിലെ വചനങ്ങളാണ് നമ്മൾ കൂടുതൽ ഇന്ന് ധ്യാന വിഷയമാക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുകൊണ്ട് നമുക്ക് ഈ വചനം തീർച്ചയായും ഒന്ന് ഏറ്റെടുത്ത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ ദൈവം ഇടപെടും, നമ്മുടെ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകുമെന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ കുറേ വചനങ്ങളൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 28 വചനമാണ് നമ്മൾ ആദ്യം ധ്യാനിക്കുന്നത്. ഉൽപ്പത്തി 2:28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയുവിൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്, അനുഗ്രഹമാണ്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയുവാനുള്ള ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ ഈ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമായി മാറുകയാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 16 വചനം. ഞാൻ അവരെ അനുഗ്രഹിക്കും, അവളിൽ നിന്നും നിനക്ക് ഞാനൊരു പുത്രനെ തരും. അത് വാഗ്ദാനം ക്ലിയർ കട്ടായിട്ട് പറയും. അവളിൽ നിന്നും ഞാൻ നിനക്ക് ഒരു പുത്രനെ നൽകുമെന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് വാഗ്ദാന വചനം നൽകുകയാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 20 വചനം. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതി പരമ്പരകളെയും വർദ്ധിപ്പിക്കും. അതായത് നമുക്കൊരു മകനെ തന്നു, ഒരു മകളെ തന്നു, തീർന്നില്ല, മക്കളും മക്കളുടെ മക്കളും അങ്ങനെ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് വചനം പറയുകയാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 18 അതിൻ്റെ 14 വചനം. കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തകാലത്ത് ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. ദൈവം ഒരു അനുഗ്രഹം തന്നാൽ ആ സമയം പറഞ്ഞ വാക്കുകൾക്ക് സമയത്തിന് ഒരു അണുവിട പോലും വ്യത്യാസം വരികയില്ല. ആ വാഗ്ദാന വചനം അത് അപ്പോൾ തന്നെ നിറവേറും, ആ സമയത്ത് തന്നെ അത് നിറവേറുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. വീണ്ടും അതിൻ്റെ ക്ലാരിറ്റിയുള്ളൊരു വചനം വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 21:2 പറയുന്നുണ്ട്. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്നും സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് പുത്രനെ പ്രസവിച്ചു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 17 വചനം. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിൻ്റെ സന്തതികളെ ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ദൈവം ക്ലിയറായിട്ട് പറയാം, ഈ സന്തതികളെ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിൽ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കുമെന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് നമ്മളോട് വാഗ്ദാനങ്ങളിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ഞാൻ ആദ്യം ഒരു വചനം സൂചിപ്പിച്ചിരുന്നു, സങ്കീർത്തനം 113-ാം അധ്യായം അതിൻ്റെ 9 വചനം. അവിടെ നിന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. ഒരു വലിയ സംതൃപ്തി എൻ്റെ ജീവിതത്തിലെ മനസ്സിൽ, എൻ്റെ ആഗ്രഹങ്ങളിൽ എൻ്റെ ദൈവം ഇടപെട്ട് എന്നെ വളരെ സംതൃപ്തിയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കാൻ ഞാൻ സംതൃപ്തിയുള്ള വ്യക്തിയായി മാറുകയാണ്. വീണ്ടും 1 സാമുവേൽ 2-ാം അധ്യായം 5-ാം വചനം. വിശപ്പ് അനുഭവിക്കുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു. എൻ്റെ എന്തിനെപ്പറ്റിയാണോ എനിക്ക് ദാഹവും വിശപ്പുള്ളത് അത് ദൈവം പരിഹരിക്കുകയും എനിക്ക് 7 മക്കളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ വചനം പറയുന്നത്. ഇവിടെ സങ്കീർത്തനങ്ങൾ 127-ാം അധ്യായം അതിൻ്റെ 3 വചനം.
കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫല സമ്മാനം. അതുകൊണ്ട് ഈ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമാണ് മക്കളെ ലഭിക്കുന്നത്, ഉദരഫലം സമ്മാനമാണെന്ന്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 22-ാമത് വചനം. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഒരു കുറവ്, ഞാൻ വന്ധ്യ ആയതുകൊണ്ടാണ് എനിക്ക് മക്കളെ ലഭിക്കാത്ത നല്ല കുറവ് ദൈവം തൻ്റെ വചനത്താൽ അത് പരിഹരിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്, ഞാനത് ഒരിക്കൽ കൂടെ വായിക്കാം. ദൈവം റാഹേലിനെ സ്മരിച്ചു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സമർപ്പണം അതിൽ വലിയ കാര്യമുണ്ട്. ആ സമർപ്പണത്തിൻ്റെ തോത് അനുസരിച്ചാണ് ദൈവം അവിടെ ഇടപെടുന്നത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 35-ാം വചനം. അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 12-ാം വചനം. നിനക്ക് നന്മ ചെയ്ത് നിൻ്റെ സന്തതികളെ കടൽ തീരത്തെ എണ്ണമറ്റ മണൽത്തരികൾ പോലെയും ആകാശ നക്ഷത്രങ്ങൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ഇവിടെ വീണ്ടും വചനം പറയാം. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 11-ാമത് വചനം. നിനക്ക് സന്താനപുഷ്ടി ഉണ്ടായി പെരുകുക, ജനതകളും നിന്നിൽ നിന്ന് പുറപ്പെടുമെന്ന് ഇവിടെ വചനം പറയുന്നത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 52-ാമത് വചനം. എന്തെന്നാൽ കഷ്ടതയുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു. കഷ്ടതയുടെ ദിനങ്ങളെല്ലാം അപ്രത്യക്ഷമായി, കഷ്ടയുടെ ദിനങ്ങളെല്ലാം കഴിഞ്ഞുപോയി ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വചനം പറയുന്നത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം അതിന് 4-ാം വചനം. ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി നിന്നെ വർദ്ധിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഈ കേട്ട ഈ വാഗ്ദാന വചനങ്ങൾ നമ്മളൊന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, മക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ചികിത്സിക്കുന്നവർ, പ്രത്യേക കാരണമൊന്നുമില്ലെങ്കിലും മക്കളെ വർഷങ്ങളായി ലഭിക്കാത്തവർ ഈ വചനമൊന്ന് മാംസം ധരിച്ച് ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ച് നിശ്ചയമായും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ അനുഗ്രഹമായി കണ്ട് ഈ വാഗ്ദാന വചനം നിമിത്തം അനുഗ്രഹമായി നൽകും. യാതൊരു സംശയമില്ല. കേട്ട വചനം മാംസം ധരിക്കാൻ, അതിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.